ഹലോ, അസ്സലാമു അലൈക്കും. ഹായ് ഗായ്സ്. ഇന്ന് പയർ കറിയാണ്. അതിന് പയർ വറുത്തിട്ടുണ്ട്. പയർ മിക്സിക്കകത്തിട്ട് അതിൻ്റെ കറി മിക്സിക്കകത്തിട്ടൊന്ന് അടിക്കാം. അതിൻ്റെ ചൂട് കളയണ്ട, പയർ ചൂട് കളയണ്ട. അത് വേണ്ടി ഞാൻ മിക്സിക്കകത്തിട്ടിട്ടുണ്ട്. ഇന്ന് പയർ കറി വെക്കുന്നത്. മിക്സി ഒന്നും കാണുന്നില്ല. അപ്പം എന്നെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ടൈം പിടിക്കണം. കാണാത്ത അസ്സലാമു അലൈക്കും. ഹായ് ഗായ്സ്. ഇന്ന് ഞാൻ കറി വെക്കുന്നത് പയറാണ്, ചെറു പയർ. ഇത് ഞാൻ പയർ വറുത്ത് മിക്സിക്കകത്ത് ഇട്ടിട്ടുണ്ട്. മിക്സിക്കകത്ത് ചെറുങ്ങനെ നമുക്ക് പൂര അടിക്കണ്ട. പൂര അടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. വറുത്തതാണ്. മിക്സിക്കകത്ത് അടിച്ച് പയർ പാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും. ഹായ് ഗായ്സ്. ഇന്ന് ഞാൻ പയർ കറിയാണ് വെക്കുന്നത്. രാത്രിക്ക് ദോശയാണ്. ദോശക്ക് പയർ കറി. അതിൻ്റെ പയറാണിത്. മിക്സിക്കകത്ത് ഒന്ന് കൂടുതൽ അടിക്കാൻ പോകുന്നു. ഒന്ന് അനക്കെടുക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് തട്ടിയിട്ടൊന്ന് പാറ്റെടുക്കാം. പാറ്റെടുത്ത ശേഷം അത് വൃത്തിയായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതുപോലെ ഇതിലിടാം. ഇവിടെ പാറ്റാൻ അറിയൊന്നുമില്ല. ഇങ്ങനെ പാറ്റ ട്രൈ ചെയ്യണം. അതൊന്നെയാണ് എല്ലാം ചെയ്യല്. പാറ്റ ഒന്നും അറിയില്ല. കുക്കർ ഇടുന്നുണ്ട്. ഇതുപോലെ ആകണം. ഇതുപോലെ ഈ കുക്കർ ഇട്ടിട്ടുണ്ട്. അതിന് തക്കാളി, ഒരു ഉള്ളി, ഒരു ഉണ്ട വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 10 പച്ചമുളക്, ചുവന്ന മുളക് കൂട്ടൂല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞ ശേഷം 3-4 മുട്ട ഉടച്ച് വയ്ക്കും. കുട്ടികൾക്ക് ഇഷ്ടമാണ് പരിപ്പ് പയർ. ഇതെല്ലാം കുട്ടികൾക്ക് ഇഷ്ടമാണ്. അധികം ചിക്കനും ബീഫും തന്നെ വെക്കൽ. ഇപ്പം മീൻ കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് പയർ വെക്കാമെന്ന് തീരുമാനിച്ചു. മുറിക്കുന്നു. ഹായ് ഗായ്സ്. അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഉച്ചക്ക് ചോറ് വെച്ചിട്ടില്ല. ആരും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോയി. നമ്മൾ മാത്രമേ ഉള്ളൂ. ഭർത്താവ് ജോലിക്ക് പോയി. ഇന്നലത്തെ ചപ്പാത്തിയാണ് ബാക്കിയുള്ളത്. ഇന്ന് ഉച്ചക്ക് വെച്ച കുറച്ച് നെയ്ച്ചോറുള്ളൂ. അതുകൊണ്ടെല്ലാം ഒപ്പിക്കാൻ പോകുന്നു. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളി വാട്ടി അതിൽ ചപ്പാത്തി മുറിച്ചിട്ടിട്ടൊരു ഫുഡ് ആയ ശേഷം നിങ്ങൾക്ക് ഫോട്ടോ ഇടാം. നമ്മൾ ഒറ്റക്കായതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. നിങ്ങളാരും ഇങ്ങനെ ആക്കുന്നുണ്ടോയെന്ന് അറിയില്ല.
ആക്കാൻ പഠിച്ചിട്ടല്ല, ആക്കാൻ മടിയൊന്നുമില്ല. ഒറ്റക്കായതുകൊണ്ട് ഫുഡ് കഴിക്കൽ മടി തന്നെയാണ്. ഞാനും എൻ്റെ മോൻ മാത്രമേ ചെറിയ കുട്ടി ചെറിയ പാലിക്കുന്നതാണ്. ഒറ്റക്കല്ലേ എനിക്ക് ചോറ് വെച്ച് വേസ്റ്റ് ആക്കിയിട്ട് ചോറ് തിന്നലും കുറവ് തന്നെയാണ്. ആദ്യം ചപ്പാത്തി, ഗോതമ്പ് ദോശ ഇതെല്ലാം കഴിക്കൽ. അതിൻ്റെ ഇങ്ങനെ ഒപ്പിക്കുന്നു. ഇത് ആക്കി മസാല ആക്കിയ ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ചേ ഉള്ളൂ. അത് വിചാരിച്ചെന്താ മസാല കുറേ ഉണ്ടെന്നില്ല. അത് 2-3 ചപ്പാത്തി മസാല. ചപ്പാത്തി ഇതിൽ ഇടാം, ചേർക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കറി ഇല്ലാതെ കൊണ്ട് ഇങ്ങനെ ആക്കുന്നതാണ്. കറി ഇല്ലെങ്കിൽ നമ്മൾ മുട്ടക്കറി ഇങ്ങനെ ആക്കുന്നുണ്ട്. മുട്ടപ്പം, ചപ്പാത്തി, ദോശ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. നെയ്ച്ചോറ് ഇങ്ങനെ ആക്കുന്നുണ്ട്. കുട്ടിയൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ആക്കിയാൽ. കുട്ടികൾക്ക് കറി വേണമെന്നില്ല. കുട്ടികൾക്ക് കറിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ആക്കി കൊടുത്താൽ. അതിൻ്റെ മുട്ട അടിച്ച് കുറച്ച് ഉള്ളിനേക്കാളും ബാക്കി മുട്ട അടിച്ച് വെച്ച് നെയ്ച്ചോറ്, ദോശ, മുട്ടപ്പം, ചപ്പാത്തി ഇല്ലാക്കി കുട്ടികൾ നല്ലോണം കഴിക്കും. കണ്ടോ മുട്ട എടുക്കുന്നില്ല, അതിൻ്റെ കുറച്ചിലുണ്ട്. വെക്കാൻ വേണ്ടിയിട്ട് കഴിയും. പ്ലേറ്റേക്ക് തട്ടുന്നു. നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് മുട്ടയൊന്നും കാണുന്നില്ല, മുട്ടക്കകത്ത് വറുത്തിട്ടൊന്നും. മുട്ട വെച്ചിട്ട് മുട്ട വലിയ കുറവാണ്. ടേസ്റ്റിന് വേണ്ടിയിട്ട് മുട്ട വെച്ചിട്ട് മാത്രം. അതിൻ്റെ കൂടെ തന്നെ ജ്യൂസും വെക്കാം. അല്ല ഇട്ടിട്ട് അസ്സലാമലൈക്കും. ഹായ് ഗായ്സ്. അസ്സലാമലൈക്കും. ഹായ് ഗായ്സ്. ഞാൻ ഇന്ന് ബിരിയാണിയാണ്, വെള്ളിയാഴ്ച ഉച്ചക്ക് ബിരിയാണിയാണ് ആക്കുന്നത്. അതിൻ്റെ കോഴിയാണ് എടുത്തത്. അതിൽ ഉപ്പാണ് ഇടുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, നമുക്ക് ആവശ്യത്തിന് കണക്കായിട്ട് എരിവാക്കിയാൽ മതി. നമുക്കിവിടെ കുട്ടികൾക്ക് ഒന്നും ഇത് വെക്കില്ല. ഇത് ഞാൻ രാത്രിത്തേക്ക് കൂടി ചിക്കനാണ്. നമുക്ക് ആവശ്യത്തിന് ചിക്കൻ വെച്ചാണ് നല്ലോണം നമുക്ക് എടുക്കാം. പിന്നെ അതിൻ്റെ മസാല ആക്കാൻ്റെ തക്കാളി, അതിനുള്ള ഉള്ളി, പച്ചമുളക്. പക്ഷേ ഉള്ളി ഞാൻ 9 എടുത്തിന്. നിങ്ങൾക്ക് ആവശ്യമുള്ള കിട്ടാതെ ഞാൻ രാത്രിത്തേക്ക് കൂടിയുള്ള ഫുഡാണ് ആക്കാൻ പോകുന്നത്. ഇല്ലേ ഇപ്പം നിങ്ങൾ പറയാൻ ഹായ് ഗായ്സ്. ഞാൻ അത് മസാലക്കുള്ളത് ഇടുകയാണ്. കോഴി പൊരിക്കാനും വെക്കുകയാണ്. ഈ ഒരു പൊരിക്കുന്നതിന് ഇങ്ങനെ കൈ കൊണ്ട് ആക്കുന്നതിൽ കാണിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യാൻ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഓഫാക്കി രണ്ടാമത് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ഇനി ഉള്ളി മുറിക്കാൻ വേണ്ടിക്ക് പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്നത് മാത്രം കാണിക്കാം. എന്നിട്ട് വേലെടുപ്പ്. ഹായ് ഗായ്സ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല ബിരിയാണിൻ്റെ മസാല. അതിനുള്ള ചിക്കൻ പൊരിക്കാൻ വലിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നു. അതിൻ്റെ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കുന്നു. ചിക്കൻ
പാത്രം കായന് വെളിച്ചെണ്ണ കായനിട്ടുണ്ട്. ചിക്കനാണ് ഇടുന്നത് വെക്കാൻ മതി. ചെറിയ തീക്ക് ഇതാവുന്നതിൽ വേഗം ഉള്ളി വേകാണ്ട് കരിഞ്ഞു പോകും. പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളി ഞാൻ മുറിക്കാൻ പോകും. ഇങ്ങനെ ബിരിയാണിൻ്റെ ഉള്ളി മുറിച്ചാൽ ചിക്കൻ അപ്പുറം പൊരിച്ച് മുറിക്കാറുണ്ട്. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് മുറിച്ച് കഴിഞ്ഞ് മസാല ആക്കണം. ചിക്കൻ ചെറിയൊരു പീസ് വെച്ച് ചിക്കൻ പൊഴിയുമ്പോഴത്തേക്ക് കുറച്ച് മസാല റെഡിയാവും. ഇത് മസാലയ്ക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പൊടിക്കാൻ പോകുന്നു. വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് 10 നമുക്ക് ആവശ്യത്തിന് എരിവ് ആക്കായിട്ട് ഇത് വിട്ടാൽ നമുക്ക് കുട്ടികൾക്ക് വലിയ എരിവ് വേണ്ട. ഒരു കഷ്ണം ഇഞ്ചി, ചിക്കൻ കുറച്ചായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെറുതൊന്ന് മത്തിട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ ഉള്ളി മുറിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അത് കുക്കറിലാണ്. ഇനി കുക്കറിൽ കൂട്ടിക്കലാണ്. നിങ്ങളെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നല്ല മഴ ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊന്നിങ്ങനെ കൊടുക്കാം. ഉള്ളിൻ്റെ കൂടെ തന്നെ പൊടിച്ച് വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഉള്ളിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഉള്ളിൻ്റെ കൂടെ തന്നെ ഇടാം. കണ്ട, ഇത് ബിരിയാണിക്ക് മറ്റേ ചിക്കനിൻ്റെ മസാല ആണിത്. മസാല ആക്കാനെ പോകുന്നത് കുക്കറിട്ട് കൂക്കിക്കലാണ്. ഇത് മൂടി ഇട്ടിട്ട് ഒന്ന് ഒരു 2-3 വിസിലടിക്കണം. കൂടുതൽ അടിക്കാൻ നിന്നാൽ കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. ഇത് അതിനുള്ള തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു 9 തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ തക്കാളി വാർത്തന്നെ ഞാൻ വാട്ടലാണ്. ഉള്ളി വേറെ, തക്കാളി വേറെ. നിങ്ങളെങ്ങനെയാണ് ഞാൻ അറിയത്തില്ല. അങ്ങനെ തക്കാളി അരിഞ്ഞ കഴിഞ്ഞു. നല്ല വലുപ്പത്തിൽ തന്നെ മുറിച്ചത്. അല്ലാതെ നല്ല വെന്ത് കിട്ടി നല്ല ക്രീം പോലെ ആവും. തക്കാളി വാട്ടാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മതി. ഇടുന്നുണ്ട്. വാട്ടാൻ വേണ്ടി തക്കാളി ഞാൻ ഇടുന്നുണ്ട്.
ആവശ്യക്കായിട്ടാൽ ഉള്ളിക്കകത്ത് നമ്മൾ ഉപ്പിട്ടതാണ്. പിന്നെ ചിക്കൻ്റെ അകത്ത് ഉപ്പിട്ടിന് കുറച്ചിട്ടാൽ കൂടുതലായാൽ നമുക്ക് തിന്നാതെയാണ്ടായിപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇടാം. നമ്മളങ്ങനെ വെക്കുക, നിങ്ങളെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ഓരോ രീതിയല്ല. നമ്മളിങ്ങനെയാണ്. ഞാൻ തക്കാളി കൂടെ തന്നെ കറിവേപ്പില ഇടാണ്. ഒരു ഉള്ളിൻ്റെ കൂടെ തന്നെ തക്കാളി ഇടാമെന്ന് പറഞ്ഞാൽ വെള്ളം കയറും. അപ്പോൾ ഉള്ളി വേറെ തന്നെ കുക്കറിൽ കൂട്ടിയിട്ട് തക്കാളി വേറെ തന്നെ വാട്ടണം. നല്ല ക്രീം പോലെ ആക്കും. നല്ല വെള്ളം ഇതുപോലെ ഒന്ന് ഇളക്കി പോലെ ഇളക്കി ചെറിയ തീക്ക് അവിടെ വെച്ചിട്ട് ചെറിയ തീക്ക് വെച്ചിട്ട് ഒരു മൂടിയിട്ട് പിന്നെ വെച്ചിട്ടൊക്കെ കുറേ കഴിഞ്ഞ് നല്ല ക്രീം പോലെ നല്ലപോലെ തക്കാളി പോകും. അങ്ങനെ പൊരിച്ച് റെഡിയായി. ഇതാ ഉള്ളിയും തക്കാളിയും വാട്ടി നല്ല ക്രീം പോലെ ആയി. നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ആവണം. ഒരു ഉള്ളി കഴിക്കാൻ പറ്റില്ല, ഉള്ളിയും തക്കാളിയും. ഇനി ഇതിൻ്റെ ചിക്കൻ ഇടുന്ന പൊരിച്ച ചിക്കൻ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നു. നല്ലപോലെ ഒന്ന് ഇളക്കുക. എല്ലാത്തിനും മസാല പൊരിക്കുന്ന രൂപത്തിൽ ഇളക്കുക. അങ്ങനെ മസാല റെഡിയായി. ക്യാബേജ് മല്ലിച്ചപ്പ് ഈ ബിരിയാണി ബാക്കി അങ്ങനെ ബിരിയാണി ദമ്മിടാൻ പോകുന്നു. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ ബിരിയാണി ദമ്മിടാൻ പോകുന്നു. കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഗരം മസാല, അങ്ങനെ ബിരിയാണി റെഡിയായി.
ഒരു 5 മണിക്കൂർ ചെറിയൊരു തീക്ക് വെക്കാം. അങ്ങനെ ബിരിയാണി റെഡി. ഓക്കെ, ഗൈസ് അങ്ങനെ 1:30 ആയി. ചോറ് വയ്ക്കാൻ പോകുന്നു. ചോറ് വിളമ്പുന്നു.